കൊല്ലത്ത് വള്ളം മറിഞ്ഞ് കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുന്നു. നീണ്ടകര, തങ്കശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. പുത്തൻതുറ സ്വദേശി ഗൗതം, കന്യാകുമാരി സ്വദേശി അർജുൻ എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. ഇടവിട്ടുള്ള ശക്തമായ മഴയിൽ കടൽ പ്രക്ഷുബ്ധമാകുന്നത് തെരച്ചിലിന് തിരിച്ചടിയാകുന്നുണ്ട്. മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, ഇതെപ്പോഴാണ് രണ്ടുപേരെയും കാണാതായത്? നമ്മൾ മുതലപ്പുഴയിൽ നിന്ന് സമാനമായൊരു വാർത്ത ഇന്നലെ കേട്ടതാണ്. രക്ഷാപ്രവർത്തനം എങ്ങനെ? കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ രണ്ടിടങ്ങളിലും വള്ളങ്ങൾ മറിഞ്ഞത്. അതായത് തങ്കശ്ശേരിയിൽ ആദ്യം ഒരു വെള്ളം മറിഞ്ഞിരുന്നു. അതിനുശേഷം ആ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിറ്റേന്ന് വീണ്ടും അവിടെ ഒരു വള്ളം മറിഞ്ഞു. അതോടൊപ്പം തന്നെ നീണ്ടകരയിലും ഈ മത്സ്യബന്ധനത്തിനായി പോയ ഈ മത്സ്യത്തൊഴിലാളികളുമായി ഉണ്ടായിരുന്ന വെള്ളം മറിയുകയായിരുന്നു. അതിൽ 6 പേരുണ്ടായിരുന്നതിൽ 5 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. പക്ഷേ ഒരാളെ ഇനിയും തങ്കശ്ശേരിയിൽ നിന്ന് കണ്ടുകിട്ടാനുണ്ട്. ഈ തങ്കശ്ശേരിയിൽ നിന്ന് കണ്ടുകിട്ടാൻ ഉള്ളത് കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള അർജുനെയാണ്. അതോടൊപ്പം തന്നെ ഈ നീണ്ടകരയിൽ നിന്നും ഇനി കണ്ടെത്താനുള്ളത് ഈ പുത്തൻതുറ സ്വദേശിയായിട്ടുള്ള ഗൗതമാണ്. ഗൗതം അവരോട് ഒരുമിച്ച് പോയതാണ്. അതിൽ 2 പേർ മരിച്ചിരുന്നു. അതായത് 14 പേരുമായി പോയ വെള്ളമാണ് മറിഞ്ഞത്. ആ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒരാൾ, രാജീവ് എന്ന് പറയുന്ന ഒരാൾ മരിച്ചിരുന്നു. അതിനുശേഷം മറ്റൊരാളുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഇനി ഈ 2 പേരെയാണ്, 2 വള്ളങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഈ മറിഞ്ഞ വള്ളങ്ങളൊക്കെ കരയ്ക്ക് എത്തിച്ചിരുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസവും ഈ തിരച്ചിൽ നടന്നു. പക്ഷേ കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരച്ചിൽ നേരെ നടത്താനായില്ല എന്നുള്ളതാണ്. ഇന്നും ആ തിരച്ചിൽ തുടരുകയാണ്. ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഇതിപ്പോൾ കാണുന്നത് നീണ്ടകര പുലിമുട്ടാണ്. ഇതിന് മറുഭാഗത്താണ് വെള്ളം മറിഞ്ഞിട്ടുള്ളത്. ആ ഭാഗത്താണ് തിരച്ചിൽ നടക്കുന്നത്. അതേസമയം തന്നെ ഇതിന് സമീപത്ത് തന്നെയാണ് തങ്കശ്ശേരി ഭാഗവുമുള്ളത്. അവിടെയും ഈ തിരച്ചിൽ തുടരുകയാണ്. ഇതിപ്പോൾ ട്രോളിംഗ് നിരോധന കാലം കഴിഞ്ഞിട്ട് പോലും വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിനായി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടെയുണ്ട്. പല ബോട്ടുകളും ഈ മത്സ്യബന്ധനത്തിനായി പോയിട്ടില്ല. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ തീരത്തൊക്കെ ബോട്ടുകളുണ്ട്. അതേസമയം തന്നെ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളുമുണ്ട്. അവർക്കൊക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം കടലിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വള്ളങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. അതോടൊപ്പം തന്നെ ഈ തിരച്ചിലിന് തിരിച്ചടിയാകുന്നത് ഇത്തരത്തിലുള്ള മഴയും അതോടൊപ്പം കാറ്റുമൊക്കെ തന്നെയാണ്. തിരമാലകളുടെ ശക്തി കൂടുന്തോറും ഈ വള്ളങ്ങൾ മറിയേണ്ട സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 3 വള്ളമാണ് ഈ കൊല്ലത്തെ വിവിധ തീരങ്ങളിലായി മറിഞ്ഞത്. ഈ കടലിലേക്ക് പോകുന്ന മത്സ്യബന്ധനത്തിനായി പോകുന്ന വള്ളങ്ങളൊക്കെ തിരയിൽപ്പെട്ട് മറിയുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്നത്. അതിലിപ്പോൾ 2 പേർ മരിച്ചിരിക്കുന്നു. ഇനി 2 പേരെ കണ്ടെത്താനുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ തീരദേശവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. എന്തായാലും തിരച്ചിൽ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഈ കാണാതായ 2 പേരെ കൂടെ കണ്ടുകിട്ടും എന്നുള്ളതാണ്. പക്ഷേ അവരിനിയും എവിടെയാണ്, അല്ലെങ്കിൽ ഈ വെള്ളം മറിഞ്ഞ സ്ഥലത്തൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ അവിടെയൊന്നുമില്ല. എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണോ അല്ലെങ്കിൽ ആ രീതിയിലാണോ എന്നുള്ളതൊക്കെ ഇനി പരിശോധിക്കണം. എന്തായാലും ഈ കോസ്റ്റൽ പോലീസും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തന്നെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ ഭാഗത്ത് കൂടുതൽ അപകട സാധ്യത എന്ന് പറയുന്നത് ഈ പുലിമുട്ടിന് മറുവശമാണ്. അവിടെയാണ് വലിയ രീതിയിൽ തിര ഉണ്ടായിരുന്നത്. ഇന്ന് ആ ഭാഗത്തേക്ക് കൂടുതൽ ബോട്ടുകൾ പോകുന്നുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള തിരമാലകളില്ല എന്നുള്ളതാണ്. എന്നാൽ പോലും ഈ കൊല്ലം ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ തന്നെ തിരമാലകൾ ഉണ്ടായതിനെ തുടർന്ന് ആ കടൽ ഈ ബീച്ചിൻ്റെ ഭാഗമൊക്കെ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഭാഗത്തും സമാനമായിട്ടുള്ള ഒരു അവസ്ഥ നിലനിന്നിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോൾ ഇന്നിനി നടക്കുന്ന തിരച്ചിലിന് ഇത്തരത്തിലുള്ള ശക്തിയാർന്ന തിരമാലകൾ തടസ്സമാകുമോ എന്നുള്ളത് കൂടിയാണ് നോക്കേണ്ടത്. ശരി മനോജ്, കൊല്ലത്ത് വള്ളം മറിഞ്ഞ് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.